ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ കലശം ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഞാനും പിള്ളേരും കൂടിയിട്ട് ഇന്നലെ രാവിലെ പോന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് രാവിലെ ആയിരുന്നു കേട്ടോ കലശം. എപ്പോഴും രാത്രി തന്നെ ആവാറ്. അപ്പോൾ രാത്രി ആകുമ്പോൾ കുറച്ച് ദൂരം നിന്ന് വരണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ രാവിലെ ആക്കിയുള്ളത്. ഇത് അച്ഛമ്മയും അച്ഛമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. ഇത് പിന്നെ എൻ്റെ പാപ്പൻ്റെ മോളുടെ കുട്ടിയാണ്. നല്ല ഗുണ്ടുണി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ അവനെ കുറച്ച് നേരം എടുത്ത് കളിപ്പിച്ചു. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, തറവാട്ടിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കിലാണ് കേട്ടോ. ഇത് കലശത്തിനുള്ള മറ്റേ കോഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ പൂജയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ സച്ചുവിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടോ. സച്ചുവല്ല, ചിക്കുവിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ പിന്നെ അവിടെ പൂജയും കാര്യങ്ങളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് കോഴീനെ മറ്റേ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഞങ്ങളുടെ ഇവിടുത്തെ തട്ടകത്തെ പൂരമായിരുന്നു. അതിൻ്റെ തലേദിവസം പറപ്പവ് പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ കലശം ചെയ്യാറുണ്ട് കേട്ടോ. അത് പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു അച്ചാച്ചുള്ളപ്പം മുതൽ തന്നെ എപ്പോഴും കലശം ചെയ്യാറുണ്ട് കേട്ടോ. പൂരം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് ഇവിടെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനും നിമിയും കൂടിയിട്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര എന്താ പറയുക തലവേദനയും മറ്റേ തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പോയിട്ട് കണ്ടുവരുമ്പോഴേക്കും ഇവരിവിടെ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ ഞങ്ങളും ഇരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നാടൻ കോഴി മറ്റേ കുമ്പളങ്ങ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.